തെക്കൻ ഗാസയിൽ ഹമാസ് ഭീകരർക്കെതിരെ തിരിച്ചടിച്ച ഇസ്രായേൽ. കഴിഞ്ഞ ദിവസം ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 2 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. അതേസമയം പ്രസിഡന്റ് ജെ.ഡി. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, വിശദാംശങ്ങൾ. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്നലെ തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു കർശന നിർദ്ദേശം നൽകിയത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തെക്കൻ ഗാസയിൽ ഇത്തരത്തിൽ ഹമാസിന്റെ ഒരു തിരിച്ചടി, ഹമാസിന്റെ ഒരു ആക്രമണം ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഉണ്ടായിരുന്നു. റഫ അതിർത്തിയിലും അതുപോലെ തന്നെ ആ മേഖലകളിലുമെല്ലാം തന്നെ സുരക്ഷാ ജോലിയിലുള്ള സൈനികർക്ക് നേരെയാണ് ഗാസയിൽ ഹമാസ് യുദ്ധം നടത്തിയത്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയത്. ഇത് വെടിനിർത്തൽ ലംഘനമാണെന്നും കർശനമായ തിരിച്ചടി നൽകണമെന്നും ഇന്നലെ രാത്രി തന്നെ ബെഞ്ചമിൻ നെതന്യാഹു അടിയന്തര ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് വ്യോമാക്രമണം ഉൾപ്പെടെ നടക്കുകയും അതിശക്തമായ നീക്കങ്ങൾ നടക്കുകയും ചെയ്തത്. 7 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കടുത്ത ആക്രമണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നതെന്നും വിട്ടുവീഴ്ചയില്ലാത്ത നീക്കങ്ങൾ ഉണ്ടാകുമെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഇസ്രായേൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതിന്റെ അവസാന നടപടിയുടെ ഭാഗമായാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സൈനിക നീക്കമെന്നാണ് അറിയാനും സാധിക്കുന്നത്. അതേസമയം വെടിനിർത്തൽ ധാരണയുമായി സഹകരിക്കുന്നില്ല ഹമാസ് എന്ന കടുത്ത ഒരു ആരോപണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ആ ആരോപണത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് കടുത്ത നടപടികൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. ഇന്ന് ആ സൈനിക നീക്കങ്ങളിൽ കലാശിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ജെ.ഡി. വാൻസിന്റെ പ്രതികരണവും ഇക്കാര്യത്തിൽ പുറത്തുവരികയും ചെയ്തു. നിലവിൽ ഗാസ ഇസ്രായേൽ സമാധാന ധാരണ നിലനിൽക്കുന്നുണ്ടെന്നും ഇടയ്ക്കുണ്ടാകുന്ന നേരിയ തോതിലുള്ള സംഘർഷങ്ങൾ വലിയ വെല്ലുവിളിയായി സ്വീകരിക്കേണ്ടതില്ല എന്ന നിലപാടുമാണ് ജെ.ഡി. വാൻസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സമാധാന നിർദ്ദേശങ്ങളോട് വിട്ടുവീഴ്ചയില്ലാത്ത നീക്കങ്ങൾ തുടരുമെന്നും അതേസമയം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുകയാണെങ്കിൽ അക്കാര്യത്തിൽ മറ്റു നടപടികൾ തുടർച്ചയായി ഉണ്ടാകുമെന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, 10ലേറെ ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷമാണ് വീണ്ടും വെടിനിർത്തൽ പല സമയങ്ങളിലായി പല ദിവസങ്ങളിലായി ലംഘിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും സൈനിക നടപടി ഉണ്ടാവുകയും റഫ അതിർത്തി അടയ്ക്കുകയും ഒക്കെ ചെയ്തതോടെ വീണ്ടും ഹമാസ് പ്രകോപിതരാവുകയും സൈനിക നീക്കങ്ങൾ നടക്കുകയും അതുപോലെ ഇത്തരത്തിൽ ആക്രമണം നടത്തുകയും ചെയ്തു. നേരത്തെ ഈ മൃതദേഹങ്ങളുടെ തെരച്ചിലിനായി ഈജിപ്തിൽ നിന്നും അമേരിക്കയിൽ നിന്നുമുള്ള സംഘം ഗാസയിലെ തകർന്നു കിടക്കുന്ന മേഖലയിൽ അന്വേഷണം നടത്തുന്നുണ്ട് എങ്കിൽ കൂടി കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് ഇതുവരെ ലഭ്യമായിട്ടുമില്ല. എന്ത് തന്നെയായാലും ഈ പ്രശ്നം വീണ്ടും, അതായത് ഗാസ ഇസ്രായേൽ സംഘർഷം വീണ്ടും ഉയർന്നു വരാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ലെന്ന് തന്നെയാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ശരി ഐസൻ.